സ്നേഹം കുർബാനയാകാൻ, എന്നിലലിയാൻ ജീവനാകാൻ എൻ ഹൃദയം നൽകുന്നു ഞാൻ. ദേഹം പകുത്തു നൽകി വാസമാകാൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയിൽ സ്നേഹമുള്ളവരെ, ദിവ്യകാരുണ്യ അഖണ്ഡ ആരാധനയുടെ ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ നമ്മെ മനസ്സിലാക്കുന്ന സ്നേഹിതനാണ് എന്നതിനെ കുറിച്ചാണ്. വിശുദ്ധ കുർബാന നമ്മളെ പൂർണ്ണമായി അറിയുന്നു. ഗലാത്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായം 9-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ അതിലുപരി ദൈവം നിങ്ങളെ അറിയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, വചനം ഒരിക്കൽ കൂടി കേൾക്കാം. ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ അറിയുന്നു, എന്നാൽ അതിലുപരി ദൈവം നിങ്ങളെ അറിയുകയും ചെയ്യുന്നു. വിശുദ്ധ കുർബാനയെ അറിയുന്നത് കൊണ്ടാണ്, വിശുദ്ധ കുർബാന ദൈവമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ആരാധനയിൽ പങ്കുചേരുക. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മൾ ഇരിക്കാനുള്ള കാരണം വിശുദ്ധ കുർബാനയിൽ ഈശോ ഉണ്ട് എന്ന്, ദൈവമുണ്ട് എന്ന് നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അറിയുന്നത് കൊണ്ടാണ്. ആ അറിവ് വിശ്വാസത്തിലേക്കും ബോധ്യത്തിലേക്കും നമ്മളെ നയിച്ചതുകൊണ്ടാണ്. എന്നാൽ വചനം തുടർന്ന് പറയുകയാണ്, ഈ അറിവ് മാത്രമല്ല ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ ദൈവത്തെ അറിയുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വരുന്നു, ഈ ആരാധനയിൽ നിങ്ങൾ പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, പക്ഷെ അതിലുപരി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അറിയുകയാണ്. ഞാൻ എന്തായിരിക്കുന്നുവെന്ന് ദൈവം എന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഇടമാണ് ആരാധനയുടെ ഇടം, വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആയിരിക്കുന്ന ഇടം. അപ്പൊ അതുകൊണ്ട് ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ നമ്മൾ ആയിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ, വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം പൂർണ്ണമായി നമ്മളെ അറിയുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ അറിയുന്ന ഈ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ മനസ്സറിയുവാൻ നമുക്ക് കഴിയുമെന്ന് വചനം പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പറയുകയാണ്: നിങ്ങൾ ഇനിമേൽ ദാസന്മാരല്ല, എന്റെ സ്നേഹിതരാണ്. പ്രിയമുള്ളവരെ, വിശുദ്ധ കുർബാനയുടെ വിരുന്നുമേശയിലേക്ക് ഈശോ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ ഇനിമേല് എന്റെ സ്നേഹിതരാണ്. സ്നേഹിതരായിരിക്കാനാണ് ദൈവം നമ്മളെ വിളിക്കുക. അവനോട് കൂടെ ആയിരിക്കാൻ വേണ്ടി നമ്മളെ ദൈവം പ്രത്യേകമായി ആരാധനയിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ ആരാധനയിലെ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യത്തിന്റെ കൂടെ ഇരിക്കാൻ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് നമ്മളിങ്ങനെ കൂടെ ഇരിക്കുന്നത്? വചനം 1 കൊരിന്ത്യസ് ലേഖനത്തിന്റെ 2-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുകയാണ്: ആകയാൽ ഞങ്ങൾ ദൈവത്തിന്റെ മനസ്സറിയുന്നു. എന്നാൽ ഞങ്ങളാകട്ടെ ദൈവത്തിന്റെ മനസ്സറിയുന്നവരാണ്. ദൈവത്തിന്റെ മനസ്സറിയുക. പ്രിയമുള്ളവർ, നമ്മളെക്കുറിച്ച്, നമ്മുടെ ഭവനത്തെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഒക്കെയുള്ള ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിന്റെ ഒരു പ്ലാനുണ്ട്. ഇപ്പൊ വിശുദ്ധ കുർബാനയോട് കൂടി ചേർന്നിരുന്നാൽ ആ പദ്ധതി നമ്മളിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദൈവത്തിന്റെ മനസ്സറിയുന്ന സ്നേഹിതരാകാൻ നമുക്ക് കഴിയട്ടെ. ദിവ്യകാരുണ്യ ഈശോ നമുക്ക് അനുഗ്രഹം നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ മാറാത്ത ദുഃഖങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ തീരാത്ത ദുരിതങ്ങളില്ല, ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ ഉണങ്ങാത്ത മുറിവുകളില്ല.